ബെൽജിയം എന്ന് കേട്ടാൽ പലരും ആദ്യം ഓർക്കുന്നത് എന്താണ്? യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ്, ചോക്ലേറ്റ്, വോഫിൾസ്, ബ്യൂട്ടിഫുൾ മെഡീവിയൽ സിറ്റീസ്. പല കുട്ടികളും ജർമ്മനി, നെതർലാൻഡ്, ഫ്രാൻസ്, ഇറ്റലി എന്നിവയെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ബെൽജിയം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രാറ്റജിക് എഡ്യൂക്കേഷൻ ഹബ്സ് ഇൻ യൂറോപ്പ്. യൂറോപ്യൻ യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, മൾട്ടിലിംഗ്വൽ സൊസൈറ്റി, സ്ട്രോങ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉണ്ട്. ബട്ട് അഗൈൻ പോസ് ഫോർ എ മൊമെന്റ്. ബെൽജിയം റീലിൽ കാണുന്ന റൊമാൻറ്റിക് യൂറോപ്യൻ സ്ട്രീറ്റ്സ് മാത്രമല്ല, സ്ട്രക്ചേർഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ആണ്. ലിവിംഗ് കോസ്റ്റ് ചീപ്പ് അല്ല, ലാംഗ്വേജ് ഫാക്ടേഴ്സ് സ്ട്രോങ് ആണ്, ജോബ് മാർക്കറ്റ് കോമ്പറ്റേറ്റീവ് ആണ്. സോ ടുഡേ ബെൽജിയത്തെ കുറിച്ച് അനലൈസ് ചെയ്യാം. അക്കാഡമിക് സ്ട്രക്ചർ, ട്യൂഷൻ ഫീസ്, ലിവിംഗ് കോസ്റ്റ്, പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ്, ലാംഗ്വേജ് റിയാലിറ്റി, PR പാത്വേ എല്ലാം ഡീറ്റെയിൽ ആയി ബ്രേക്ക് ഡൗൺ ചെയ്യാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ സ്റ്റഡി അബ്രോഡ് സീരീസ്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ബെൽജിയം ബിയോണ്ട് ചോക്ലേറ്റ്സ് ആൻഡ് ഇൻസ്റ്റഗ്രാം റീൽസ്. ബെൽജിയം ജിയോഗ്രാഫിക്കലി സ്മോൾ കൺട്രിയാണ്. ബട്ട് യൂറോപ്പ് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഡിപ്ലോമസി എന്നിവയിൽ മാസീവ് ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യമാണ്. ബെൽജിയത്തെ സ്പെഷ്യൽ ആക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ്, നാറ്റോ ഹെഡ്ക്വാർട്ടേഴ്സ്, ഗ്ലോബൽ ഡിപ്ലോമസി ഹബ്, സ്ട്രോങ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, മൾട്ടിലിംഗ്വൽ സൊസൈറ്റി, സെൻട്രൽ യൂറോപ്പ് ലൊക്കേഷൻ. ബെൽജിയമിനെ ബേസിക്കലി യൂറോപ്പിന്റെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആയി കൺസിഡർ ചെയ്യാം. ബ്രസൽ സിറ്റി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൊണ്ട് നിറഞ്ഞതാണ്. ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ എക്സ്പോഷർ, ഗ്ലോബൽ നെറ്റ്വർക്കിംഗ്, മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ്. സ്റ്റുഡൻസിന് മാസീവ് അഡ്വാൻറ്റേജ് ആണുള്ളത്. ബെൽജിയം വെസ്റ്റേൺ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയതെങ്കിലും വളരെ വികസിച്ച രാജ്യമാണ്. യൂറോപ്പിലെ പ്രധാന രാഷ്ട്രീയവും സാമ്പത്തികവുമായ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇതറിയപ്പെടുന്നു. ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെ പല പ്രധാന സ്ഥാപനങ്ങളും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിലെ പ്രധാന നഗരങ്ങളാണ് ബ്രസൽസ്, ആൻറ്റ്വെർപ്പ്, ഗെന്റ്, യോവൻ, ലേജ്. ബെൽജിയത്തിന്റെ കറൻസി യൂറോ ആണ്. രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഏകദേശം 11.7 മില്യൺ ആണ്. ബെൽജിയത്തിനെ പ്രത്യേകതയാക്കുന്ന ഒരു പ്രധാന കാര്യം അതിന്റെ മൾട്ടി ലിംഗ്വൽ സ്ട്രക്ചർ ആണ്. ഇവിടെ ഒരേ സമയം പല ഭാഷകളും ഔദ്യോഗികമായി ഉപയോഗിക്കുന്നു. ബെൽജിയത്തിൽ 3 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്: ഡച്ച്, ഫ്ലെമിഷ്, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. ഈ കാരണം കൊണ്ട് രാജ്യം പ്രധാനമായും 3 ലാംഗ്വേജ് റീജിയൻസ് ആയി വിഭജിച്ചിരിക്കുന്നു. ഫ്ലാൻഡേഴ്സ് ഇവിടെ കൂടുതലായും ഡച്ച് അല്ലെങ്കിൽ ഫ്ലെമിഷ് ഭാഷയാണ് സംസാരിക്കുന്നത്. വെലോനിയ ഇവിടെ പ്രധാനമായും ഫ്രഞ്ച് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ബ്രസൽസ് ഇവിടെ ഫ്രഞ്ചും ഡച്ചും രണ്ടും ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. അതിനാൽ ഇത് ബിലിംഗ്വൽ റീജിയൻ ആയി അറിയപ്പെടുന്നു. എങ്കിലും എഡ്യൂക്കേഷനിലും പ്രൊഫഷണൽ എൻവയോൺമെന്റിലും ഇംഗ്ലീഷ് വ്യാപകമായി ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസിലും ഇന്റർനാഷണൽ വർക്ക് പ്ലേസിലും. ഇന്ത്യയുമായി ബെൽജിയത്തിന് സാധാരണയായി ഏകദേശം 3.5 മുതൽ 4.5 മണിക്കൂർ വരെ ടൈം ഡിഫറൻസ് ഉണ്ടാകും. ഇത് സീസൺ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ബെൽജിയം ഹൈ ഇൻകം ഡെവലപ്ഡ് എക്കണോമിയാണ്. സ്ട്രാറ്റജിക് ലൊക്കേഷൻ കാരണം ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക് ഹബ് ആണ്. മേജർ സെക്ടേഴ്സ് ഇന്റർനാഷണൽ ട്രേഡ്, ലോജിസ്റ്റിക് ആൻഡ് പോർട്സ്, ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, ഫാർമസ്യൂട്ടിക്കൽസ്, ബയോടെക്നോളജി, കെമിക്കൽ ഇൻഡസ്ട്രി, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ്. ആൻറ്റ്വെർപ്പ് വേൾഡ്സ് ലാർജസ്റ്റ് ഡയമണ്ട് ട്രേഡിംഗ് സെന്റേഴ്സിൽ ഒന്നാണ്. പോർട്ട് ഓഫ് ആൻറ്റ്വെർപ്പ് യൂറോപ്പിലെ ലാർജസ്റ്റ് പോർട്സിൽ ഒന്നാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ലൈക്ക് ഫൈസർ, ജോൺസൺ ആൻഡ് ജോൺസൺ, USB ബെൽജിയത്തിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. സോ റിസർച്ച് ബേസ്ഡ് കരിയേഴ്സിന് ബെൽജിയം ഗുഡ് എക്കോസിസ്റ്റം ആണ്. ബെൽജിയത്തിൽ യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ഡ്രിവൺ അക്കാഡമിക് കൾച്ചർ ഫോളോ ചെയ്യുന്നു. ടീച്ചിങ് സ്റ്റൈൽ, റിസർച്ച് ഇന്റഗ്രേഷൻ, അക്കാഡമിക് ഇൻഡിപെൻഡൻസ്, അനലിറ്റിക്കൽ തിങ്കിങ്, ഗ്രൂപ്പ് പ്രോജക്ട്സ്, ഇൻഡസ്ട്രി കൊളാബറേഷൻ. മെമ്മറൈസേഷൻ ബേസ്ഡ് ലേണിംഗ് ഇല്ല. സ്റ്റുഡൻസിന് ക്രിട്ടിക്കൽ തിങ്കിങ് എക്സ്പെക്ട് ചെയ്യാം. ക്ലാസ് റൂം എൻവയോൺമെന്റിൽ
ഇന്ററാക്റ്റീവ് ആണ്. പ്രൊഫസേഴ്സ് അപ്രോച്ചബിൾ ആണ്. അസൈൻമെന്റ്സ്, റിസർച്ച് പേപ്പേഴ്സ്, പ്രസന്റേഷൻസ്, അക്കാഡമിക് സ്ട്രക്ചർ സ്ട്രോങ് ആണ്. ബെൽജിയത്തിൽ ഗ്ലോബലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് KU ലിവൺ, ഗെന്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ആൻഡ്വേർപ്പ് എന്നിവയൊക്കെയാണ്. പെർട്ടിക്കുലർലി KU ലിവൺ യൂണിവേഴ്സിറ്റി യൂറോപ്പിലെ ടോപ്പ് റിസർച്ച് ബേസ്ഡ് യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ്. ബെൽജിയം യൂറോപ്പിലെ ചീപ്പസ്റ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ അല്ല. എന്നാൽ UK അല്ലെങ്കിൽ USA പോലുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബെൽജിയത്തിൽ പഠിക്കുന്നത് കൂടുതൽ അഫോർഡബിൾ ആയി കണക്കാക്കപ്പെടും. ബെൽജിയത്തിലെ യൂണിവേഴ്സിറ്റീസിൽ ട്യൂഷൻ ഫീസ് പ്രോഗ്രാമിനെയും യൂണിവേഴ്സിറ്റിയെയും ആശ്രയിച്ച് മാറും. സാധാരണയായി കാണുന്ന അപ്രോക്സിമേറ്റ് ട്യൂഷൻ ഫീസ് ഫോർ ബാച്ചിലേഴ്സ് പ്രോഗ്രാം അറൌണ്ട് €3,000 to €9,000 per year. For master's programs around €4,000 to €12,000 per year. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫീൽഡ് ഓഫ് സ്റ്റഡിയെയും യൂണിവേഴ്സിറ്റിയെയും അനുസരിച്ച് ഈ ഫീസിൽ വേരിയേഷൻ ഉണ്ടാകാം. അതേസമയം സ്റ്റുഡൻസിന് സഹായകമാകുന്ന സ്കോളർഷിപ്പ് ലഭിക്കുന്ന അവസരങ്ങളും ബെൽജിയത്തിലുണ്ട്. പ്രത്യേകിച്ച് ലഭിക്കുന്ന ചില സ്കോളർഷിപ്പ് ഓപ്ഷൻസ്: ഗവൺമെന്റ് സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ്, റിസർച്ച് ഗ്രാന്റ്. സ്ട്രോങ് അക്കാഡമിക് പ്രൊഫൈൽ ഉള്ള സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പ് വഴി ട്യൂഷൻ ഫീസ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ബെൽജിയത്തിൽ ഇംഗ്ലീഷ് ടോട്ട് ബാച്ചിലർ പ്രോഗ്രാം വളരെ ലിമിറ്റഡ് ആണ്. മിക്ക അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും സാധാരണയായി ഡച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷകളിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് അറിയാതെ നേരിട്ട് ബാച്ചിലേഴ്സ് പഠനം തുടങ്ങുന്നത് പലർക്കും ചലഞ്ചിങ് ആയിരിക്കും. ഈ കാരണത്താൽ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലായും ബെൽജിയത്തിനെ മാസ്റ്റേഴ്സ് ലെവൽ പഠനത്തിന് വേണ്ടി മാത്രമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ബാച്ചിലേഴ്സ് പ്രോഗ്രാം ലക്ഷ്യമിടുന്നവർക്ക് സാധാരണയായി ഡച്ച് അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രിപ്പറേഷൻ നിർബന്ധമാണ്. കാരണം മെജോറിറ്റി കോഴ്സസ് ആ ഭാഷകളിലാണ് നടക്കുന്നത്. ബെൽജിയത്തിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം സാധാരണയായി 3 വർഷമായിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ബെൽജിയത്തിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം സാധാരണയായി 1 മുതൽ 2 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളതാണ്. മാസ്റ്റേഴ്സ് ലെവലിൽ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ബെൽജിയം ഒരു പ്രാക്ടിക്കൽ ഓപ്ഷനായി മാറുന്നു. ബെൽജിയത്തിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലായി തിരഞ്ഞെടുക്കുന്ന ചില പോപ്പുലർ സ്റ്റഡി ഫീൽഡ് ഇവയാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇന്റർനാഷണൽ ബിസിനസ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ സാധാരണയായി റിസർച്ച് തീസിസ് കമ്പൽസറി ആയിരിക്കും. അതായത് കോഴ്സ് അവസാന ഘട്ടത്തിൽ സ്റ്റുഡൻസ് ഒരു സ്ട്രക്ചേർഡ് റിസർച്ച് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ പല യൂണിവേഴ്സിറ്റികളിലും ഇൻഡസ്ട്രി കൊളാബറേഷൻ പ്രോജക്റ്റ് സാധാരണമാണ്. ഇതിലൂടെ സ്റ്റുഡൻസിന് റിയൽ ഇൻഡസ്ട്രി സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാനും പ്രാക്ടിക്കൽ എക്സ്പോഷർ നേടാനും സഹായകമാകും. ബെൽജിയത്തിൽ ലിവിംഗ് കോസ്റ്റ് സാധാരണയായി മോഡറേറ്റ് മുതൽ ഹൈ റേഞ്ച് വരെ ആയിരിക്കും. സ്റ്റുഡന്റ് ലൈഫ് സ്റ്റൈൽ, സിറ്റി, അക്കോമഡേഷൻ ടൈപ്പ് എന്നിവ അനുസരിച്ച് ചെലവ് മാറും. സാധാരണയായി ആവറേജ് മന്ത്ലി ലിവിംഗ് കോസ്റ്റ് €800 to €1,200 വരെ വരാം. സിറ്റി അനുസരിച്ച് ചെറിയ ഡിഫറൻസ് കാണാം. ബ്രസൽ സാധാരണയായി കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ലുവാൻ, ഗെന്റ് പോലുള്ള നഗരങ്ങൾ കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി അഫോർഡബിൾ ആണ്. അക്കോമഡേഷൻ കോസ്റ്റും ഒരു പ്രധാന എക്സ്പെൻസ് ആണ്. സ്റ്റുഡന്റ് ഹൗസിംഗ് സാധാരണയായി €350 to €650 per month എന്നുള്ള രീതിയിൽ ആയിരിക്കും. പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് ഏകദേശം €600 to €900 per month എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ട് ഓവറോൾ ഇയർലി ലിവിംഗ് എക്സ്പെൻസ് ഏകദേശം €10,000 to €14,000 വരെ വരാൻ സാധ്യതയുണ്ട്. ബെൽജിയത്തിൽ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് പ്ലാനിംഗ് റിയലിസ്റ്റിക് ആയിരിക്കണം. ബെൽജിയത്തിൽ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിന് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ അനുവാദമുണ്ട്. അക്കാഡമിക് ഇയർ സമയത്ത് സ്റ്റുഡൻസിന് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യാം. സമ്മർ ഹോളിഡേസ് സമയത്ത് ഫുൾ ടൈം വർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. ആവറേജ് ഹവർലി വേജ് സാധാരണയായി €11 to €14 വരെ ആയിരിക്കും. സ്റ്റുഡൻസ് സാധാരണയായി ചെയ്യുന്ന ചില കോമൺ ജോബ്സ്:
ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സ്, റീറ്റെയിൽ സ്റ്റോഴ്സ്, കഫേ, വെയർഹൗസ്, ഡെലിവറി സർവീസ് എന്നിവയൊക്കെയാണ്. ഫ്രഞ്ച് അല്ലെങ്കിൽ ഡച്ച് അറിയുന്നവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന സ്റ്റുഡൻസിനും ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ കോമ്പറ്റീഷൻ റിയൽ ആയിരിക്കും. ബെൽജിയം ഒരു മൾട്ടി ലിംഗ്വൽ കൺട്രിയാണ്, പക്ഷേ അക്കാഡമിക് എൻവയോൺമെന്റിൽ ഇംഗ്ലീഷ് പലപ്പോഴും സഫീഷ്യന്റ് ആയിരിക്കും. പക്ഷേ ജോബ് മാർക്കറ്റ് ആക്സസ് നേടാൻ ഫ്രഞ്ച് അല്ലെങ്കിൽ ഡച്ച് അറിയുന്നത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബ്രസൽസ് റീജിയനിൽ ഫ്രഞ്ച് കൂടുതലായി ഉപയോഗിക്കുന്നു. ഫ്ലാൻഡേഴ്സ് റീജിയനിൽ ഡച്ച് ആണ് കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ. ലോങ് ടേം ഇന്റഗ്രേഷനും കരിയർ ഗ്രോത്തിനും ലാംഗ്വേജ് ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ബെൽജിയം സാധാരണയായി ജോബ് സെർച്ച് വിസ നൽകുന്നു. ടിപ്പിക്കലി ആയി സ്റ്റുഡൻസിന് 12 മാസം ജോബ് സെർച്ച് പെർമിറ്റ് ലഭിക്കും. ഈ സമയത്ത് റെലവന്റ് സ്കിൽഡ് ജോബ് ലഭിച്ചാൽ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലോങ് ടേം എംപ്ലോയ്മെന്റ് നേടിയ ശേഷം പെർമനന്റ് റെസിഡൻസ് അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യാൻ സാധിക്കും. സാധാരണയായി PR എലിജിബിലിറ്റി ക്രൈറ്റീരിയ 5 വർഷത്തെ ലീഗൽ സ്റ്റേ, അതേപോലെ തന്നെ ലാംഗ്വേജ് ഇന്റഗ്രേഷൻ റിക്വയർമെന്റ് ഉണ്ടാകും. ബെൽജിയത്തിന്റെ ഇമിഗ്രേഷൻ സിസ്റ്റം റൂൾ ബേസ്ഡ് ആണ്. ഇത് ഷോർട്ട് കട്ട് PR കൺട്രി അല്ല. ബെൽജിയത്തിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പോപ്പുലേഷൻ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ്, പ്രത്യേകിച്ച് താഴെ പറയുന്ന മേഖലകളിൽ. കൂടുതൽ സ്റ്റുഡൻസ് എത്തുന്നത് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാംസ്. എന്നാൽ ചില ചലഞ്ചസ് ഉണ്ടാവും. ലാംഗ്വേജ് ബാരിയർ, കോസ്റ്റ് ഓഫ് ലിവിംഗ്, റിലേറ്റീവ്ലി സ്മോളർ ജോബ് മാർക്കറ്റ്. അതേസമയം പോസിറ്റീവ്സും ഉണ്ട്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സ്ട്രോങ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, സേഫ് എൻവയോൺമെന്റ്, ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് എക്സ്പോഷർ. ബെൽജിയം പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ആയത് റിസർച്ച് ഓറിയന്റഡ് സ്റ്റുഡൻസ്, ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് കാൻഡിഡേറ്റ്സ്, മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് ഇഷ്ടമുള്ളവർ, ഇന്റർനാഷണൽ പോളിസി അല്ലെങ്കിൽ ഡിപ്ലോമസി ഇൻട്രസ്റ്റ് ഉള്ളവർ, EU ലെവൽ കരിയർ എക്സ്പോഷർ ആഗ്രഹിക്കുന്നവർ എന്നിവർക്കാണ്. ബെൽജിയം പാർട്ടി ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു സ്ട്രക്ചേർഡ് യൂറോപ്യൻ അക്കാഡമിക് ഡെസ്റ്റിനേഷൻ ആണ്. ബെൽജിയം ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കണം, ലാംഗ്വേജ് ലേൺ ചെയ്യാൻ തയ്യാറാണോ? യൂറോപ്യൻ റിസർച്ച് കൾച്ചറിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ട്യൂഷൻ ഫീസ്, ലിവിംഗ് കോസ്റ്റ് റിയലിസ്റ്റിക്കലി മാനേജ് ചെയ്യാൻ ക്ലാരിറ്റി ഉണ്ടോ? മൾട്ടി ലിംഗ്വൽ സൊസൈറ്റിയെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? റൈറ്റ് മൈൻഡ് സെറ്റും പ്രോപ്പർ പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ ബെൽജിയം ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു യൂറോപ്യൻ കരിയർ ഗേറ്റ്വേ ആയി മാറാം. നിങ്ങളുടെ പ്രൊഫൈൽ ബെൽജിയം യൂണിവേഴ്സിറ്റിക്ക് എലിജിബിൾ ആണോ? സ്കോളർഷിപ്പ് ചാൻസസ് ഉണ്ടോ? ബഡ്ജറ്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ലഭിക്കാൻ JNS ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യൂ. യുവർ യൂറോപ്യൻ എഡ്യൂക്കേഷൻ ജേർണി ഡിസേർവ്സ് direct direction. Contact JNS Global today.